ഹലോ ഗൈസ്, ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം റാണിക്കുട്ടിയാണ്. നമുക്കിന്ന് റാണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. സോ വി വിൽ വിഷ് ഹാപ്പി ബർത്ത്ഡേ ടു ഹർ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ റാണിക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല നാള് പിറന്നാള് തുന്നി വെച്ചതാരാണി മുന്തിരിയുടെ ഉടുപ്പല്ല. ഹാപ്പി ബർത്ത്ഡേ ചക്രേ. താങ്ക് യു. ഹലോ. അപ്പോ ഞങ്ങളുടെ റാണിയക്കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് ഈ മാർച്ച് 14. അപ്പൊ ഞങ്ങളുടെ ഒത്തിരി 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 ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഞങ്ങൾക്ക് മുട്ടായി മേടിച്ചു തരണം. മിഠായി മാത്രം ഒതുക്കരുത്. ഹാപ്പി ബർത്ത്ഡേ. ഹായ് റാണിയക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലെസ് യു. 1000 ആശംസകൾ. പിന്നെ മോൾക്ക് നന്നായിട്ട് പാടാൻ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ആൻറ്റി പ്രാർത്ഥിക്കുന്നു. കേട്ടോ മോളെ, നന്നായി വരും. നല്ല മിടുക്കിയ കുട്ടിയായിട്ട് പഠിക്കാനും നല്ല കഴിവും ബുദ്ധിയും എല്ലാം ദൈവം തരട്ടെ. നന്നായിട്ട് പാടാൻ എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശൻ തരട്ടെ. എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. കേട്ടോ മോനു. ഇത് നമ്മുടെ റാണിക്കുട്ടിയാണ്. റാണിക്കുട്ടിയുടെ പിറന്നാളാണ് 14-ാം തീയതി. അപ്പം റാണിക്കുട്ടി നമ്മുടെ ടോപ്പ് സിംഗർ 5th നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. അതുമാത്രമല്ല കുട്ടിയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരും പറയും, ഞങ്ങൾ ഗ്രൂമേഴ്സാണ്, ഞങ്ങളെല്ലാവരും പറയും വളരെ നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. അപ്പം മോൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മുടെ റാണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ റാണിക്കുട്ടിക്ക് എല്ലാവിധ മംഗളാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ റാണിക്കുട്ടി. നമ്മുടെ ടോപ്പ് സിംഗറിലെ ഏറ്റവും നല്ലൊരു സിംഗറാണ് റാണിക്കുട്ടി. അപ്പോൾ റാണിക്കുട്ടിയുടെ പാട്ട് എല്ലാവരും കേൾക്കണം. അപ്പോൾ ഒന്നും കൂടി ജന്മദിനാശംസകൾ.
ഞങ്ങളുടെ ടോപ്പ് സിംഗറിലെ ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട റാണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ ടോപ്പ് സിംഗറിലെ കുടുംബത്തിൽ നമ്മുടെ റാണി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങളുടെ ടോപ്പ് സിംഗറിലെ സുന്ദരിക്കുട്ടിക്ക് പിറന്നാൾ ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ റാനിയ മോൾ. മാർച്ച് 14 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ റാനിയ കുട്ടിക്ക് വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ ടോപ്പ് സിംഗർ റാണിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ റാണിക്കുട്ടി. റാണിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. റാണിയെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്മാരുടെ ഉണ്ട്. ആ സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു ദിവസം ഫ്ലൈറ്റിൽ വെച്ചിട്ട് MG ശിവകുമാറിനൊക്കെ ഉണ്ട്. NG ശിവകുമാറുണ്ട്. ഞാൻ പറഞ്ഞു റാണിയെ എൻ്റെ കുട്ടിയാണ്, എൻ്റെ അടുത്ത വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ റാണി അങ്കിൾ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. റാണി അടുത്ത ദിവസം സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. ഓ എന്താ ചെയ്യാ റാണിയ, ആകാശത്തോളം വളരണം നമ്മുടെ റാണിയെ കുട്ടി. മറ്റു തമാശയായിട്ട് ഞാൻ പറഞ്ഞു റാണിയക്ക് ഈ കോളേജിൽ ഒരു സീറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടർമാരും പഠിച്ചോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കുകയാണെങ്കിലും പഠിക്കണം. ഞാൻ ഇവിടെ പറഞ്ഞത് എൻ്റെ ജീവിതക്കാരോട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കണം. നിങ്ങൾ ഫീസൊന്നും കൊടുക്കണ്ട, പണിയെടുക്കുമ്പം മര്യാദയ്ക്ക് പണിയെടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നന്നായിട്ട് പണിയെടുക്കുന്നവർക്കുള്ള സമ്മാനമാണ് അവരുടെ മക്കളെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുക എന്നുള്ളത്. അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മഹാനായ MVRന്റെ താല്പര്യവും വിഷനും അതുപോലെ തന്നെ സംഭാവനകളുമാണ് ഈ സ്ഥാപനങ്ങൾ. MVR തുടങ്ങിയ സ്ഥാപനം ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, പറയാതിരിക്കാൻ കഴിയില്ല. 60കളിലാണ് MVR പാപ്പനശ്ശേരി വിശ്വസാഖ്യാന്തം തുടങ്ങിയത്. ഓൾ ദി ബെസ്റ്റ്. റാണിയുടെ പാട്ടും കൂടി ഉണ്ടാവും, അതുകൊണ്ട് സന്തോഷമുണ്ട്. വളരെ പെട്ടെന്നാണ് റഫീഖിങ് പരിപാടി വെച്ചത്. ഞാൻ പറഞ്ഞു കേക്ക് എൻ്റെ വകയാണ്, ബാക്കിയെല്ലാം നിങ്ങൾ നടത്തിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുത്ത വർഷം ഏറ്റവും നല്ല പരിപാടിയെ നിങ്ങൾ നടത്തണം. റാണി അപ്പോഴേക്കും ഒരു നടിയായിട്ട് വരും. ഇതാ കേൾക്കുന്നുണ്ട് ഇല്ലേ? നല്ല നടിയായിട്ട് വരും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടിയായിട്ട് വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഹാപ്പി ബർത്ത്ഡേ റാണിയ. റാണിയ എന്ന് പറയുമ്പോൾ നമ്മൾ പുല്ലാഞ്ഞോട് LP സ്കൂളിന്റെ സ്വന്തം റാണിയാണ്. നമ്മുടെ അഭിമാനം, പുല്ലാഞ്ഞോട് LP സ്കൂളിലെ അഭിമാനം. മിടുക്കി കുട്ടിയാണ്. പാട്ടിന് മാത്രമല്ല, അവരുടെ സംസാരമായി കഴിഞ്ഞാലും അവരുടെ ആ ഒരു പെരുമാറ്റം, അവരുടെ പഠനം വളരെ നല്ല. നമുക്കെല്ലാവർക്കും ഒരു റാണി എന്ന് പറയുമ്പം ഒരു പ്രത്യേകത തോന്നും. അത്രയും സ്മാർട്ടാണ് അവിടെ. മറ്റു കുട്ടികൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതാണ് പ്രത്യേകത. വളരെ നല്ല മോളാണ് അവൾ. വളരെ നല്ല ഉയർച്ചയിലെത്തട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിനയിക്കാൻ വേണ്ടി പോവാണ്. അതിലും വളരെ നല്ല ഉയർച്ചയിൽ എത്തട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. 1000 ജന്മദിന ആശംസകൾ നേരുന്നു. കുട്ടി ഒന്ന് ടീച്ചറുടെ അടുത്തേക്ക് വരുവാ. റാണിക്കുട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ്, ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഉയർത്തുന്ന നമ്മൾ കുഞ്ഞുമോളാണല്ലേ റാനിയ. നന്നായിട്ട് പഠിക്കും, പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും മിടുക്കിയാണ്. നന്നായിട്ട് പഠിക്കും റാണിക്കുട്ടി. പിന്നെ ഒരു 1ാം ക്ലാസ് എന്നതിലുപരി ആൾ ഭയങ്കര മെച്ചുവേർഡാണ്. എല്ലാ കാര്യം വളരെ പക്വതയോടെയാണ് റാനിയ കൈകാര്യം ചെയ്യാറുള്ളത്. പിന്നെ ഞങ്ങൾ റീൽസൊക്കെ ചെയ്യാറുണ്ടല്ലേ ഇപ്പം. എനിക്കൊക്കെ പറഞ്ഞു തരും ആള്, ടീച്ചറെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ടീച്ചറെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ. ഇനി 2ാം ക്ലാസ്സിൽ പോയ ടീച്ചർ എങ്ങനെ റീലെടുക്കും? ആ വിഷമത്തിലാണ് ടീച്ചർ. സാരിയില്ല, നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. എന്താ പറയുക, പറയാൻ ശരിക്കും വാക്കുകളില്ല നമ്മുടെ റാണിക്കുട്ടിനെ കുറിച്ച്. ഈ ഒരു പ്രായത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തി. ഇനി ഒരുപാട് ഉയരങ്ങളിൽ നമ്മൾ റാണിക്കുട്ടി എത്തട്ടെ.
ടീച്ചർ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും സർവേശ്വരൻ മോളെ അനുഗ്രഹിക്കട്ടെ. റാനിയ പിറന്നാൾ ആശംസകൾ. റാനിയ ആണ് എൻ്റെ പേപ്പർ ബോട്ട് എന്ന പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം ചെയ്തിട്ടുള്ളത്. അത് പുല്ലാനിയോട് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അന്ന് പാടിയ പാട്ട് ഏറെ ശ്രദ്ധ കിട്ടിയതായിരുന്നു. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു. പിന്നെ അത് ആ പുസ്തകത്തിൻ്റെ പ്രകാശനവും റാനിയ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഉത്സവപ്പറമ്പിൽ വെച്ചൊരു ഫാമിലി ഓടി വന്ന് എന്നോട് ചോദിച്ചു, എൻ്റെ മോൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, അവരല്ലേ പേപ്പർ ബോട്ട് എഴുതിയ എഴുത്തുകാരി? അപ്പം ഇവിടെ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒളിഞ്ഞു നോട്ടുകാരി എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് കവിതയാണ്. പക്ഷേ ഈ ഒരു ബാലസാഹിത്യത്തിൻ്റെ പേരിൽ ഒരു ഫാമിലി ഈ ഉത്സവം പോലുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനു മുന്നേ റാനിയുടെ പാട്ടും പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. ആദ്യം മുതലേ ശ്രദ്ധിച്ച മോളാണ്. ചെറുപ്പത്തിൽ അവളെ ഇറക്കിയ ഒരു പാട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ റാനിയെ ശ്രദ്ധിക്കുന്നു, അവളുടെ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരുപാട് ഉയരങ്ങളിൽ നമ്മുടെ കുട്ടി എത്തും. അവൾ നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അവൾക്ക് പിറന്നാൾ ആശംസകൾ. റാനിയ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരോടും സ്നേഹമാണ്. വാക്കുകൾ കിട്ടാത്തോണ്ടാണ്. ഇന്നലെ സ്കൂളിൽ വന്ന ഉടനെ ഞാൻ ഉപ്പിയും മോളും കൂടി സ്കൂളിൽ വന്ന ഉടനെ ഇവിടെ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, ടീച്ചറെ എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. ഞാൻ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉപ്പിയോട് ഞാൻ പറഞ്ഞു ഇവിടെ ബർത്ത്ഡേ ആണെന്നല്ലേ ഇത്. അന്നേരം പറഞ്ഞു ഇവക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, എല്ലാവരും ക്ഷണിച്ചിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളെ ഫാമിലിയിലൊരു കുട്ടിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അപ്പാടന്നെ HMൻ്റെ അടുത്തേക്ക് പോയി, എന്നെ കൂട്ടാണ്ട് ബർത്ത്ഡേക്ക് വന്നെങ്കിലോ എന്ന് ചോദിച്ചിട്ട് ടീച്ചറെ മോളെ ബർത്ത്ഡേ ആണെന്ന് പോലും എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു ഓക്കെ, ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പോയിരിക്കും, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പം വളരെയധികം സന്തോഷമുണ്ട് ഈ സന്തോഷവേളയിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതും അവരുടെ ഓരോ ഉയർച്ചകളും നമുക്ക് അറിയാനും അതുപോലെ അതിൻ്റെ പിന്തുണ കൊടുക്കാനും സാധിച്ചു എന്നുള്ളതിലും നമുക്ക് അഭിമാനം തോന്നുന്നു. അവൾ നമ്മൾ സ്കൂളിലേക്ക് എത്താനും നമ്മൾ സ്കൂളിൻ്റെ ഒരു സ്റ്റുഡൻ്റായി മാറാനും സാധിച്ചു എന്നുള്ളത് കൂടുതൽ അഭിമാനമായിട്ട് മാറുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ പിന്തുണ നൽകുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എൻ്റെ കുട്ടിയെ ഏത് നിലക്ക് എത്തിക്കണം എന്നുള്ള കഠിന പരിശ്രമം എന്നുവെച്ചാൽ അത് കണ്ടെത്തുകയും കുട്ടിയുടെ കഴിവ് കണ്ടെത്തുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ആ രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ പല കുട്ടികളും ചിലപ്പം സമൂഹം അറിയാതെ പോകുന്നത് ആ കുട്ടിയുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളോട് ചേർന്ന് നിന്ന് കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു പേരൻ്റ് എന്നുള്ളതിൽ റഫീഖ് അതിൽ വിജയം കൈവരിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനം കൊള്ളാം. എല്ലാവരും ക്ലാപ്പ് കൊടുക്കും. ഒരു റോൾ മോഡലാണ്. സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായാൽ പോലും മക്കളുടെ കാര്യത്തിൽ അത്രക്കും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് നാൾ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ നിലക്കേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഒരു നല്ലൊരു മാതൃക പേരൻറ്റും കൂടിയാണ്. എല്ലാവരും പറഞ്ഞ പോലെ റാനിയമോളെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. എന്നാൽ നമ്മൾ അയലൊക്കാന്ന് എൻ്റെ ക്ലാസ്സിൽ തൊട്ടിപ്പത്താണ് റാനിയമോളെ ക്ലാസ്. ഇടയ്ക്കിടയ്ക്ക് നോക്കും, എന്നെ നോക്കി ചിരിക്കും. എല്ലാവരും അന്ന് സത്യം പറഞ്ഞ വാക്കുകൾ പറയാനില്ല. ഉപ്പ മുതൽ മക്കളെല്ലാവരും സ്റ്റേജിൽ കയറാത്തതായിട്ട് ആരുമില്ല കുടുംബത്തിൽ. എല്ലാവരും കലാസ്വാദകന്മാരും കലാപരിപാടി അവതരിപ്പിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബക്കാരിൽ ഒരുപാട് കലാകാരന്മാരുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ പുതിയ തലമുറ ഒരാൾ വലിയ ഉയരങ്ങളിലെത്തുമ്പോൾ നമ്മൾ സന്തോഷമാകും. നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയുന്നില്ല. പഴയ ആൾ തിരിച്ചു വീണിട്ടുണ്ട്, പക്ഷെ ആ വരും തലമുറ ആ ലക്ഷ്യത്തിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ റാനിയ. ഹാപ്പി ബർത്ത്ഡേ റാനിക്കുട്ടി. നമ്മുടെ റാനിക്കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ റാനിക്കുട്ടി. നമ്മുടെ ടോപ്പ് സിംഗറിലെ റാനിക്കുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ റാനിക്കുട്ടി. നമ്മുടെ ടോപ്പ് സിംഗറിലെ റാനിക്കുട്ടി നമ്മുടെ കൊച്ചുമിടുക്കി മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ
എൻ്റെ 1000 പിറന്നാൾ ആശംസകൾ. നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ മുത്ത് റാണിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ഇന്ന്. അപ്പോൾ ഇന്ന് റാണിക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ റാണിക്കുട്ടി. പ്രിയപ്പെട്ട റാണിക്കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ റാണിക്കുട്ടി. ടോപ്പ് സിംഗർ സീസൺ 5 റാണിക്കുട്ടിയുടെ പിറന്നാളാണ്. അപ്പം എൻ്റെ 1000 പിറന്നാൾ ആശംസകൾ റാണിക്കുട്ടി. താങ്ക് യു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ സ്വന്തം റാണിക്കുട്ടിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ടോപ്പ് സിംഗറിൻ്റെ മുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റാണിമോളുടെ പിറന്നാളാണ്. റാണിമോൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ എല്ലാമായ റാണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. റാണിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ റാണിക്കുട്ടി. ഹായ്, നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ കുറുമിക്കുട്ടി റാണിക്കുട്ടിയുടെ പിറന്നാളാണിന്ന്. ഹാപ്പി ബർത്ത്ഡേ റാണിക്കുട്ടി. ടോപ്പ് സിംഗറിന്റെ ജൂനിയർ ശീലാമയായ നമ്മുടെ സ്വന്തം റാണിക്കുട്ടിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും ഞാൻ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ റാണിക്കുട്ടി. മേ ഗോഡ് ബ്ലെസ് യു ടുഡേ ആൻഡ് ഫോറെവർ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട റാണിക്കുട്ടിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ റാണിയ. ലവ് യു. ടോപ്പ് സിംഗറിൻ്റെ സുന്ദരി കുട്ടിയായ റാണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന്. റാണിക്കുട്ടിക്ക് എൻ്റെ വക 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന റാണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ റാണിയ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന റാണിക്ക് എൻ്റെ പിറന്നാൾ ആശംസകൾ നേരുന്നു. ടോപ്പ് സിംഗറിൻ്റെ ജൂനിയർ ശീലാമയായ നമ്മളെ റാണിക്കുട്ടിക്ക് എൻ്റെ 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ റാണിയ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ റാണിയ. ഹായ് റാണിക്കുട്ടി. റാണിക്കുട്ടിക്ക് എൻ്റെ 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു റാണിക്കുട്ടി. ഹായ് റാണിക്കുട്ടി. ഇന്ന് എൻ്റെ റാണിക്കുട്ടീൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ 1000 ഹാപ്പി ബർത്ത്ഡേ ടു യു. ടോപ്പ് സിംഗറിലെ എൻ്റെ കൂട്ടുകാരി റാണിയുടെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ റാണിയ. നമ്മുടെ ടോപ്പ് സിംഗർ ഫാമിലിയുടെ റാണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ റാണിയ ഹാപ്പി ബർത്ത്ഡേ ടു യു. ലവ് യു. നമ്മുടെ ടോപ്പ് സിംഗറിലെ കൊച്ചുമിടുക്കി ഗായിക റാണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ റാണിക്കുട്ടി.